നമസ്കാരം. കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടി, നാടകീയ നീക്കം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജിന്റെ പത്രിക തള്ളി. ഭോപ്പാൽ. മധ്യപ്രദേശ് നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജിന്റെ പത്രിക തള്ളി. കേസ് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് BJP പരാതിയിലാണ് നടപടി. ഏകപക്ഷീയ നടപടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോടതിയെ സമീപിച്ചേക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. 111 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാമെന്ന് IMD മുന്നറിയിപ്പ്. രാജ്യ തലസ്ഥാനത്തെ വരച്ച് പൊടിങ്കാറ്റും മഴയ്ക്കും സാധ്യത. ദില്ലി. നഗരത്തെ വരച്ച് പൊടിക്കാറ്റ്. സൗത്ത് ദില്ലി, സൗത്ത് ഈസ്റ്റ് ദില്ലി, സൗത്ത് വെസ്റ്റ് ദില്ലി, ന്യൂദില്ലി, നോർത്ത് വെസ്റ്റ് ദില്ലി എന്നിവിടങ്ങളിലാണ് പൊടിക്കാറ്റ് വീശിയത്. മണിക്കൂറിൽ 111 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. ഇവിടങ്ങളിൽ മിതമായ മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. തൃശൂർ ജില്ലയിൽ നഴ്സുമാർ സൂചനാ പണിമുടക്ക് നടത്തും. സംസ്ഥാനമാകെ കരിദിനവും ആചരിക്കും. തൃശൂർ UNAയുടെ ലേബർ ഓഫീസ് മാർച്ചിനിടെ പോലീസ് ലാത്തി വീശിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ ഇന്ന് UNAയുടെ നേതൃത്വത്തിൽ നഴ്സുമാരുടെ സൂചനാ പണിമുടക്ക്. സ്വകാര്യ ആശുപത്രികളിൽ 1/3 നഴ്സുമാർ മാത്രമേ ജോലിക്ക് എത്തൂ എന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് UNAയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ നഴ്സുമാർ ഇന്ന് കരിദിനവും ആചരിക്കും. തൃശൂരിലെ അമേല, ജൂബിലി ആശുപത്രി മാനേജ്മെന്റുകൾക്കെതിരെ ഇന്നലെ നഴ്സുമാർ നടത്തിയ പ്രതിഷേധത്തിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്.